ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ ചാനലിൽ നിന്നായിരിക്കും നിങ്ങളിത് കൺഫേം ചെയ്ത് സ്ഥിരീകരിച്ചറിയുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതിന് എങ്ങനെ വേണം, ഏത് സമയത്തേക്ക് പ്രഖ്യാപിക്കണം എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു. ഇന്നിപ്പോൾ ദീപാദാസ് മുൻഷിം എന്ന് പറഞ്ഞത് അത് തന്നെ ചോദിച്ചു മേടിച്ചാണെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും ദീപാദാസ് മുൻഷിം എന്ന് പറഞ്ഞേക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വമേധയാ രാജിവെച്ചതാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം സ്വമേധയാ അദ്ദേഹം രാജിവെച്ചതാണെന്നും, എന്നാൽ MLA സ്ഥാനം, പാലക്കാടിൻ്റെ MLA സ്ഥാനം കോൺഗ്രസ് അതിൻ്റെ ഉന്നതമായിട്ടുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഇനി പുറത്തേക്ക് വരാൻ പോകുന്നൊരു മെസ്സേജ്. പക്ഷെ അതിന് മുൻപ് തന്നെ രണ്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു. ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാകണം എന്നുള്ളത്. രണ്ടാമത്തേത്, ഇത് ഏത് സമയത്ത് പ്രഖ്യാപിക്കണം, എങ്ങനെ പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കാൻ കേരള നേതൃത്വവുമായി ചർച്ച ചെയ്യാനും ഒക്കെ തന്നെ KC വേണുഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ KC വേണുഗോപാൽ ഇപ്പോൾ വോട്ട് അധികാർ യാത്ര 1300 കിലോമീറ്റർ രാഹുൽ ഗാന്ധി വോട്ട് അധികാർ യാത്രയുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വോട്ടർ അധികാർ യാത്രയുമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് യാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തി KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. കാരണം ഈ രണ്ട് കാര്യങ്ങളും എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്തില്ലെങ്കിൽ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പോലും വലിയ നാണക്കേടുണ്ടാക്കും എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പറയുന്ന പോലെ മാന്തോട്ടിപ്പിൽ എവിടെയെങ്കിലും പോയി വിശ്രമിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ചില പ്രൈവറ്റ് ഏജൻസികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി മനസ്സിലായിരിക്കുന്നു ഇനിയും നിരവധി രേഖകളും അതുപോലെ തന്നെ തെളിവുകളും നിരവധി ഇരകളും തന്നെ പുറത്തു വരാനുണ്ട് എന്നുള്ളതും, അങ്ങനെ പുറത്തു വന്നാൽ ഒരു 5, 6, 7 മാസം കൂടി ഇത് മിക്കവാറും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്നും, അങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ അത് കോൺഗ്രസിൻ്റെ മറ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസി തന്നെ ഒരുപക്ഷെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ആദ്യത്തെ പടിയായത് മാറുമെന്നും, തെരഞ്ഞെടുപ്പിന് ഒരു 3, 4, 5 മാസം മുമ്പ് CPM വലിയ തോതിലുള്ള വെൽഫെയർ നടപടികൾ പ്രഖ്യാപിച്ചേക്കാനുള്ള സാധ്യതകളുണ്ടെന്നും, അപ്പോൾ ഇത് രണ്ടും കൂടിയാകുമ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ വലിയ ഡാമേജ് ഉണ്ടാകും എന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തമ്മിൽ ഭേദം CPM എങ്കിൽ CPM തന്നെ ഭരിക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുമെന്നും, പാലക്കാട് പോലെ ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ പോലും വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നും കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മറ്റേ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 2500 ആക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അവസാനത്തെ 4 മാസങ്ങളിൽ. അതിനു മുൻപ് ഇപ്പോഴുള്ള ഒരു 6 മാസം ഇത് തുടർന്നു കൊണ്ട് പോവുക എന്നുള്ളത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ളതാണ്. അതിന് നമ്മുടെ ഇവിടെ നിന്നുള്ള ചില നേതാക്കന്മാരും ബാക്കിയുള്ളവരുമൊക്കെ ഇപ്പോൾ യെദ്യൂരപ്പ BJPയുടെ ഉന്നതാധികാര ബോഡിയിൽ ഇരിക്കുകയാണ്, അദ്ദേഹം പോക്സോ കേസിൽ പ്രതിയാണ്, അതുപോലെ തന്നെ CPMൻ്റെ പല നേതാക്കളുമൊക്കെ ഇതുപോലെ പ്രതികളായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനേക്കാളൊക്കെ വലിയ തോതിലുള്ള ജനരോഷമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുണ്ടായെന്നും, അത് രാഹുൽ മാങ്കൂട്ടം വലിയ തോതിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഈ പറയുന്ന പോലെ ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതും, നന്നായി സംസാരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതും, അതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ വലിയ തോതിൽ കേരളത്തിൽ ഡാമേജ് ഉണ്ടാകും എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ റിപ്പോർട്ട് ചില പ്രൈവറ്റ് ഏജൻസികളുടെ കയ്യിൽ നിന്നും അദ്ദേഹം മേടിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറിയിരിക്കുന്നു. ആ നിലപാടിനോട് അടുപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഖാർഗെ തയ്യാറാകുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ നേതാക്കന്മാരുടെ നിലപാടുകളിലുമൊക്കെ തന്നെ വ്യത്യാസമുണ്ടായേക്കാം. ആ വ്യത്യാസം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇന്ന് VD സതീശൻ തന്നെ അദ്ദേഹവും മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിൽ അടുത്ത തവണ ഭരണം പിടിക്കാൻ കഴിയില്ലെന്നും, 100 സീറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളൊരു പോക്ക് പോയാൽ എത്താൻ കഴിയില്ലെന്നും, ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമക്കേണ്ട കാര്യമില്ല എന്നുള്ളതുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത തവണ സീറ്റ് കൊടുക്കില്ല എന്ന് പറയാൻ മാത്രമല്ല, MLAയുടെ രാജി മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ മറ്റൊരു ഉന്നതമായിട്ടുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു, മറ്റൊരു പാർട്ടിയെയും പോലെയല്ല എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു. ഇനി ഇതിൻ്റെ മറ്റൊരു ഘട്ടമുണ്ട് അഖിലേന്ത്യാ തലത്തിൽ. അതും പരിഗണിക്കുമ്പോൾ ഇപ്പോൾ രാജി മേടിക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിലേക്കാണ് അഖിലേന്ത്യാ നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിന് കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്ന സൈറ്റിൽ
ലക്ഷക്കണക്കിന് ഏതാണ്ട് 28 ലക്ഷത്തോളം ആളുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കോൺഗ്രസ് കണ്ടെത്തിയിട്ടുള്ള ഒരു കണക്കുകൾ എന്ന് പറയുന്നത് ഇത്രയും ആളുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വീതമായിരിക്കുമെന്നും ഏതാണ്ട് ഒരു 20-25 കോടിയോളം വരുന്ന ആളുകളുടെ പിന്തുണ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുമുള്ള ഒരു വിലയിരുത്തലുണ്ട്. ആ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത് കേരളത്തിലെ എന്നെ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം, അഖിലേന്ത്യാ ന്യൂസുകളിൽ, അതായത് ഈ പറയുന്ന ഇംഗ്ലീഷ് ചാനലുകളിലും ഹിന്ദി ചാനലുകളിലും ഒക്കെ തന്നെ ഈ വാർത്ത വലിയ തോതിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ വലിയ തോതിൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ സാധാരണ ന്യൂസൊന്നും കേൾക്കാത്ത ആളുകൾ, ഇപ്പം നമുക്കറിയാലോ ദിലീപിൻ്റെയൊക്കെ ഒരു വിഷയവും ഒരു നടി പീഡിപ്പിക്കപ്പെട്ട കേസും ഒക്കെ ഉണ്ടായപ്പോഴാണ് സീരിയലിനേക്കാൾ വലിയ റേറ്റിംഗിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ന്യൂസ് ചാനലുകൾ എത്തിയത്. ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് സീരിയലുകളെക്കാൾ വലിയ റേറ്റിംഗിലേക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഏതാണ്ട് അത്രയും വന്നില്ലെങ്കിലും അതിനോട് അടുത്ത ലെവലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പോലും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കൃത്യവും വിശദവുമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഗവൺമെൻറ്റിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ തന്നെ കള്ളനാണ് എന്ന് പറയുന്ന ഒരു കാര്യവും ഈ 2024 തെരഞ്ഞെടുപ്പ് ജയം അത് അട്ടിമറിച്ചതാണ് എന്ന് പറയുന്ന കാര്യത്തിനൊക്കെ ഇന്ത്യ മുഴുവൻ വലിയ തോതിലുള്ള പിന്തുണ നേടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് കോടിക്കണക്കിന് ആളുകൾ 25 കോടിക്കിലും ആളുകൾ അവരെ പിന്തുണക്കുന്നു എന്ന് അവർ വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ളൊരു കാര്യം കൊണ്ട് അത് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഉടനെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് ആസാമിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിയെ റിജുവിനേറ്റ് ചെയ്യാൻ കുറേ കൂടി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു വിഴുപ്പ് ഞങ്ങൾക്ക് ചുമക്കാനാവില്ല എന്നുള്ളത് കൃത്യമായി കേരളത്തിലെ നേതാക്കന്മാരോട് ഒരു മെസ്സേജ് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ തവണ BJP കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 21 ഈ BJP കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 23.59 കോടി വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 23 കോടി 59 ലക്ഷം വോട്ടുകളാണ് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് 2024 കിട്ടിയതെങ്കിൽ, അതായത് 36.97% വോട്ടുകളാണ് കിട്ടിയതെങ്കിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയത് വലിയ നേട്ടമുണ്ടാക്കിയെങ്കിൽ പോലും 13.67%, 13.67 കോടി വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 13.5 കോടിയോളം വരുന്ന വോട്ടുകൾ മാത്രമേ കോൺഗ്രസിനുള്ളൂ. അപ്പോൾ അത് തന്നെ 21.4% വോട്ടുകളാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 17-18% വരെ വ്യത്യാസമുണ്ട് BJPയുടെ വോട്ട് പെർസെൻറ്റേജുമായി. ഏതാണ്ട് ഒരു 10 കോടിയോളം വരുന്ന വ്യത്യാസമുണ്ട്. അതിനെയൊക്കെ തന്നെ അതിജീവിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾക്ക് ഉയർത്താൻ കഴിഞ്ഞുവെന്നും ഈ 1300 കിലോമീറ്റർ ബീഹാറിൽ സഞ്ചരിക്കുന്നത് ഇന്ത്യയാകെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രചാരണത്തിന് കാരണമായി എന്നുള്ളതും ആ പ്രചാരണത്തിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ ഇവിടെ എടപ്പള്ളിയിലടക്കം പ്രതിപക്ഷ നേതാവ് വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാത്രി നടത്തിയിട്ടുള്ള മറ്റേ തിരികൾ തെളിയിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള യാത്രകൾക്ക് പോലും കിട്ടുമായിരുന്നുവെന്നും, പക്ഷെ അത്തരത്തിൽ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ 5 സംസ്ഥാനങ്ങളിലും ഇതെല്ലാം തന്നെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അതിൽ തന്നെ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് ഏതാണ്ട് അകലെ AICC ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുള്ള കേരളത്തിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്നും ഉള്ള കൃത്യമായ റിപ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ മനസ്സ് മാറ്റിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള നേതാക്കളും മനസ്സ് മാറ്റിയിരിക്കുന്നു. ഈ പറയുന്ന ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് ഈ മറ്റേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതെന്നും അടുത്ത ഘട്ടം MLA സ്ഥാനം രാജിവെക്കലായിരിക്കുമെന്നുള്ള സൂചനകൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ നൽകിയതിൻ്റെ കാരണം അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെയും മനംമാറ്റമാണ്. ഇത്തരത്തിലുള്ള വിഴുപ്പ് പാണ്ഡങ്ങളിൽ നിന്ന് ചുമന്നുകൊണ്ട് BJPക്കെതിരെ നടക്കുന്ന ഒരു വലിയ പോരാട്ടത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഇനിയും നിന്നാൽ സ്വാഭാവികമായിട്ടും പാലക്കാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഒരുപക്ഷെ BJP ആയിരിക്കും എന്നുള്ള വലിയ സൂചനകളും കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്നു. അങ്ങനെ കേരളത്തിൽ പോലും വേര് പിടിക്കുന്നതിന് അത് സഹായകരമാകുമെന്നും അതൊന്നും അനുവദിക്കാൻ കഴിയില്ലെന്നുമുള്ള അതിഗംഭീരമായിട്ടുള്ള തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നു എന്നാണ് വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനി എത്ര നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന MLA ആയി തുടരും എന്ന് മാത്രമേ അറിയാനുള്ളൂ. മറ്റൊരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര AICCയും അതുപോലെ തന്നെ VD സച്ചിനും ഒക്കെ, അത് ഈ രാജി വെച്ചാൽ തീർച്ചയായിട്ടും ആ രാജിയോടുകൂടി എല്ലാ വിഷയങ്ങളും ഈ കാര്യം കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നതും അതുപോലെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ വിചാരണയും അതുപോലെ പ്രചരണവും ഒക്കെ അല്ലെങ്കിൽ എതിരായിട്ടുള്ള ജാഥകളും പ്രതിഷേധങ്ങളും ഒക്കെ അവസാനിക്കുമെന്നും
കൂടാതെ ഞങ്ങളുടെ MLA കൊണ്ട് ഞങ്ങൾ രാജിവെപ്പിച്ചു, നിങ്ങൾക്കത് കഴിഞ്ഞില്ലല്ലോ എന്നും ഞങ്ങളൊരു പുതിയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സംസ്കാരം ഞങ്ങൾ കേരളത്തിൽ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ പ്രചരണങ്ങൾക്ക് ഇവിടെ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ തുടക്കമിടാനും അതാണ് കോൺഗ്രസ് എന്ന് പറയാനും കഴിയുമെന്നും കൃത്യമായി ഒരു പ്രൊപ്പഗാൻഡ മെഷീനറിയുടെ കൂടി അഡ്വൈസ് കിട്ടിയിരിക്കുന്നു. ആ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണിക്കൂറുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നവരെ കാണാത്ത രീതിയിൽ ഒരു വേട്ടക്കാരനായി മാറിയ, പ്രൊഡേറ്ററായി മാറിയ നിരവധി ആളുകളെ ഈ പറയുന്ന പോലെ ലൈംഗികത മാത്രം ഉദ്ദേശിച്ച് ഈ പറഞ്ഞ പോലെ പുറകെ നടന്ന് കുരുക്കിൽപ്പെടുത്തിയിട്ടുള്ള നിരവധി പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുള്ള ആ പെൺകുട്ടികളൊക്കെ തന്നെ ഇപ്പോഴും ഇന്നലെ റിപ്പോർട്ടർ ചാനലിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞൊരു വാചകമുണ്ട്, സ്മൃതി വരുത്തിക്കാട്, എന്നെ വല്ലാതെ എന്നെ സ്പർശിച്ചൊരു വാചകമാണ്. ആ വാചകം, ഒരു ചാനൽ അവതാരിക ഗർഭിണിയായിരിക്കുന്നു, 4 മാസം കഴിഞ്ഞിരിക്കുന്നു, ആ 4 മാസത്തിന് ശേഷം നിർബന്ധിതമായിട്ട് അതിൻ്റെ ഗർഭം അലസിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ഇപ്പോഴും പരാതി കൊടുക്കാത്തതിൻ്റെ കാരണം ആ പെൺകുട്ടിക്ക് ഇപ്പോഴും അവനിൽ ഒരു സ്നേഹവും വിശ്വാസവും കരുതലും ഒക്കെ ഉള്ളത് കൊണ്ടാണെന്നും അതുകൊണ്ട് ഉപദ്രവിക്കേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണെന്നുമാണ്. അങ്ങനെ തന്നോട് മാത്രമായിട്ടാണ് ഇവൻ സ്നേഹിച്ചത് എന്ന് വിചാരിച്ചിരിക്കുന്ന നിരവധി ആളുകളെ പറ്റിക്കുകയും വഞ്ചിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പണിയിലേക്ക് കടന്നതെന്നും അത് കോൺഗ്രസ് നേതൃത്വത്തെയും അതുപോലെ തന്നെ പാലക്കാട് ജനങ്ങളെയും ഒക്കെ വഞ്ചിച്ചതാണെന്നും പറയുന്ന കാര്യം കൃത്യമാണ് എന്ന് പറയുന്ന ധാരണയിലേക്ക് പതുക്കെ നേതാക്കൾ എത്തുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എല്ലാ നേതാക്കൾക്കും തന്നെ ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പതുക്കെ കൈവിടും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ വീഡിയോ പുറത്തിറങ്ങി കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നിരവധി കേരളത്തിലെ നേതാക്കൾ തന്നെ ഈ ആവശ്യം ഉയർത്തും. അതിൻ്റെ കാരണം ഈ കാര്യം തീരുമാനിച്ചതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കൂടി ഇരിക്കട്ടെ, ഞങ്ങൾ അത്തരത്തിൽ വലിയ സ്ത്രീപക്ഷ നിലപാടെടുത്ത ആളുകളാണ് എന്ന് പറയാനുള്ളൊരു വ്യഗ്രത കൂടി കാണാൻ നമ്മൾ അധിക സമയം കാത്തു നിൽക്കട്ടെ. കാരണം പാർട്ടി കോൺഗ്രസ് ആണ്, വീണാൽ ഉറപ്പായിട്ട് ചവിട്ടും. അവിടെ നിന്ന് കിട്ടാനുള്ള എന്താണ് ഗുണമെന്നാണ് ചിന്തിക്കാൻ കഴിയുക. ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇതിനോടൊപ്പം തന്നെ അവിടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി ആര് വരും എന്നാണ്. ആ കാര്യത്തിലും ഏതാണ്ട് ഒരു തീരുമാനമായിരിക്കുന്നു. അത് അബിൻ വർക്കിയെ തീരുമാനിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം 1,67,000 വോട്ടുകൾ മേടിച്ചത് അബിൻ വർക്കിയാണ്. അത്തരത്തിൽ അബിൻ വർക്കി ആകുന്നതിനോടും അനുകൂലമാണ്. ചില സുനിൽ ചള്ളിലിനെ പോലെയുള്ള പല ആളുകളെയും ഒക്കെ തന്നെ ഈ പറയുന്ന KC വേണുഗോപാലിനൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അത് പോരാ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ ഏതാണ്ട് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ കഴിയുന്ന, അത് യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്ന ഒരാൾ വേണം എന്നുള്ള ഒരു നിലപാടിലേക്ക് കൂടി ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് വലിയ മുൻതൂക്കം അബിൻ വർക്ക് കൂടി ഉണ്ടായിരിക്കുന്നു. അഭിജിത്തിന് വേണ്ടി A ഗ്രൂപ്പ് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. MK രാഘവനൊക്കെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അഭിജിത്തിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അബിൻ വർക്ക് ആയിരിക്കും. അതൊരു നാച്ചുറൽ ചോയ്സായി, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമതെത്തിയ ഒരാളാണ്. അപ്പോൾ ഒന്നാമതെത്തിയ ആൾ ഇല്ലാതായാൽ സ്വാഭാവികമായിട്ടും രണ്ടാമതെത്തിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് പറയുന്ന ഒരു കാര്യത്തിന് കൂടി മുൻതൂക്കം കിട്ടിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കാൻ പോകുന്നു. കോൺഗ്രസ്സിന് വലിയ വീഴ്ചയിൽ നിന്ന് ഇതൊരു വലിയ ഗുണമായി മാറാൻ പോകുന്നു. അതിലൊന്ന്, രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുന്നത് എന്നെന്നും അതെങ്ങനെയാകണം എന്ന് മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, അബിൻ വർക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി മാറുന്നു.